ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വെള്ളലാശ്ശേരിയുള്ള സങ്കേതം വ്യൂ പോയിൻറ്റിലേക്കാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, മൺസൂൺ കാലങ്ങളിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ സങ്കേതം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുറ്റും വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഭംഗിയും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഈ സങ്കേതം വ്യൂ പോയിൻറ്റ്. നമ്മൾ ഏതാണ്ട് വൈകുന്നേരമാണ് അങ്ങോട്ട് പോകുന്നത്. വൈകുന്നേരങ്ങളിലാണ് ഈ സങ്കേതം വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ കുറ്റിക്കാട്ടൂരിൽ നിന്നാണ് പോകുന്നത്. നമുക്ക് ഏതാണ്ട് 7 കിലോമീറ്ററോളാണ് അങ്ങോട്ടുള്ളത്. പോകുന്ന വഴിയും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ വലിയൊരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളോട് കൂടി ആരും വരരുത്. ഈ സിറ്റി ലൈഫും കാര്യങ്ങളൊക്കെ മടുത്തിട്ടുള്ളവരും കാര്യങ്ങളൊക്കെ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. വലിയൊരു സംഭവമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് ഈ സിറ്റി ലൈഫൊക്കെ മടുത്തിട്ടുള്ള ഒരാൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകണം. അപ്പോൾ ഈ പോകുന്ന വഴിയും നല്ല അടിപൊളിയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളും, നെല്ല്, അതുപോലെ തന്നെ വാഴക്കൃഷി, ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ, അതുപോലെയുള്ള നല്ല നല്ല വ്യൂകളായിരിക്കും കേട്ടോ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വൈകുന്നേരങ്ങളിൽ പോയിട്ട് അത്യാവശ്യം ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ സങ്കേതം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോകുന്ന റോഡ് കുറച്ച് മോശമാണെങ്കിലും നമ്മളെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ ആ വ്യൂ പോയിൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടിയിട്ടോ. അത്തരത്തിലുള്ള വ്യൂകളാണ് നമ്മൾ പോകുമ്പോൾ കാണുക. നല്ല പാടങ്ങൾ കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായിത്തെരുവും ബീച്ചും അതുപോലെ തന്നെ മാനാഞ്ചിറ സ്ക്വയറും മാത്രമല്ല, ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എത്ര ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ പോകുമ്പോൾ അവിടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിലേക്കൊക്കെ പോകുന്നതെങ്കിൽ, നിങ്ങൾ കാറെടുത്ത് പോവുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു ജോഡി ഡ്രസ്സ് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് കരുതണം. അത്യാവശ്യം ആഴം കുറഞ്ഞ ഏരിയയാണ് മൊത്തം. നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങി ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ആഴമുണ്ട്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. ഈ ഒരു മൺസൂൺ കാലത്തായിരിക്കും ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഇത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ട റീൽസും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു ജോഡി ഡ്രസ്സ് എന്തായാലും കരുതണം. അതായത് നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം അങ്ങോട്ടേക്ക് ആ വരമ്പിലൂടെ നടന്നൊക്കെ അപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റും. എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്തായാലും. നമ്മളങ്ങോട്ട് കുറച്ച് ദൂരെയൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വന്നു. കുറേ ആൾക്കാരവിടെ കുളിക്കുകയും അതുപോലെ തന്നെ അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് അവിടെ തന്നെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം ദൂരെയൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് നടന്ന് പോകാനൊക്കെ പറ്റും കേട്ടോ. സൈഡിൽ വയലും ചെളിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ദിവസം ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
അടുത്തായിട്ട് നമ്മൾ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാലട പായസത്തിൻ്റെ അടുത്തേക്കാണ്. ഒരു ഗ്ലാസ്സിന് 30 രൂപയാണ് വരുന്നത്. നമ്മൾ 2 ഗ്ലാസ് വാങ്ങി കഴിച്ചു. എല്ലാവരും എന്തായാലും ഒന്ന് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയുള്ള പായസമായിരുന്നു കേട്ടോ. നമുക്ക് ഏതാണ്ട് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇവിടേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് കുറേ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് വന്നപ്പോൾ എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടമായി അവിടെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. വരുന്ന വഴി ഇതുപോലെ കുറച്ചൊക്കെ മോശമാണ്, ചെറിയ ഏരിയകളൊക്കെ മോശമുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് എന്തായാലും ഇന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല എന്ന് വെച്ചിട്ട് നേരെ പാർസൽ വാങ്ങി അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും.